റഷ്യ-യുക്രൈൻ യുദ്ധം അതിന്റെ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സൈനികപരമായ സംഘർഷങ്ങൾക്കപ്പുറം തന്ത്രപരമായ പോരാട്ടങ്ങളും നിയമപരമായ വാദപ്രതിവാദങ്ങളും കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി റഷ്യൻ ഭരണകൂടത്തിൽ മാറ്റം വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ സെലൻസ്കിയുടെ പ്രസിഡന്റ് പദവിയുടെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് പുടിനും രംഗത്തെത്തിയത് ഈ തർക്കത്തിന് പുതിയൊരു മാനം നൽകി. ഈ നീക്കം യുദ്ധത്തിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെയും ഭാവി സമാധാന ചർച്ചകളുടെ ഗതിയെയും സാരമായി സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. റഷ്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ യുക്രൈന്റെ അന്താരാഷ്ട്ര പിന്തുണക്കാരോട് സെലൻസ്കി ആഹ്വാനം ചെയ്തതിനോടുള്ള പുടിന്റെ പ്രതികരണം വളരെ വ്യക്തമായിരുന്നു. പുടിൻ ഊന്നി പറഞ്ഞത് റഷ്യൻ ഫെഡറേഷന്റെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ് തങ്ങളുടെ രാഷ്ട്രീയ ഭരണം സ്ഥാപിച്ചിട്ടുള്ളതെന്നും എല്ലാ നിയമങ്ങളും പൂർണ്ണമായും പാലിച്ചാണ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളതെന്നുമാണ്. ഇതിന് വിപരീതമായി യുക്രൈന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സെലൻസ്കിയുടെ പ്രസിഡന്റ് പദവിയുടെ ഭരണഘടനാപരമായ സാധുതയെക്കുറിച്ചുള്ള പുടിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തമായ നിയമപരമായ അടിസ്ഥാനമുണ്ടെന്നാണ് റഷ്യയുടെ വാദം. 2019 സെലൻസ്കി യുക്രൈൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ സാധാരണ 5 വർഷ കാലാവധി 2024 മെയ് മാസത്തിൽ അവസാനിച്ചു. യുക്രൈനിൽ സൈനിക നിയമം നിലവിലുള്ളതിനാൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നിർത്തിവെക്കുന്ന സൈനിക നിയമവ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി സെലൻസ്കി കാലാവധി കഴിഞ്ഞിട്ടും അധികാരത്തിൽ തുടരുന്നത്. എന്നാൽ യുക്രൈനിയൻ ഭരണഘടന അനുസരിച്ച് ഒരു പിൻഗാമിയെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പ്രസിഡന്റിന്റെ അധികാരം പാർലമെന്റ് സ്പീക്കർക്ക് കൈമാറണമെന്ന് പുടിൻ നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ഭരണഘടനാപരമായ വ്യവസ്ഥയുടെ ലംഘനമാണ് സെലൻസ്കിയുടെ നിലവിലെ പദവി എന്നാണ് റഷ്യയുടെ പ്രധാന ആരോപണം. പുടിന്റെ ഈ നീക്കം യുക്രൈൻ ഭരണകൂടത്തെ നിയമപരമായി ദുർബലപ്പെടുത്താനും സെലൻസ്കിയുടെ നേതൃത്വത്തെ അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യം ചെയ്യാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. ഇത് യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അസ്ഥിരത സൃഷ്ടിക്കാനും അതുപോലെ സമാധാന ചർച്ചകളിൽ യുക്രൈൻ നേതൃത്വത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യാനുമുള്ള റഷ്യയുടെ ശ്രമമായി കാണാവുന്നതാണ്. സെലൻസ്കിയുടെ പദവി യുക്രൈന്റെ ആഭ്യന്തര കാര്യമാണെന്ന് ക്രെംലിൻ പൊതുവെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള സമാധാന ഉടമ്പടി ഉൾപ്പെടെ അദ്ദേഹം ഒപ്പുവെച്ചേക്കാവുന്ന ഏതൊരു അന്താരാഷ്ട്ര കരാറുകളുടെ നിയമസാധുതയെക്കുറിച്ചും റഷ്യ ശക്തമായ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ അത്തരം കരാറുകളെ നിയമപരമായ കാരണങ്ങളാൽ ചോദ്യം ചെയ്യാമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു. ഇത് സമാധാന ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് ഉടമ്പടിയെയും സാധുതയും കുറിച്ച് വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്യും. നിലവിലെ യുക്രൈനിയൻ ഭരണകൂടവുമായി ഒരു സ്ഥിരമായ സമാധാന ഉടമ്പടി ഉണ്ടാകുന്നതിൽ അവർക്ക് താല്പര്യമില്ല എന്നതിന്റെ സൂചനയായി ഇതിനെ കാണാൻ കഴിയും. ഭാവിയിലെ ഏതെങ്കിലും സമാധാന ഉടമ്പടി ഉണ്ടായാൽ പോലും അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ആ കരാറുകളിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പഴുത് കണ്ടെത്താൻ റഷ്യ ഭാവിയിൽ ഏതെങ്കിലും സമാധാന ഉടമ്പടി ഉണ്ടായാൽ പോലും അതിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ആ കരാറുകളിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പഴുത് കണ്ടെത്താൻ റഷ്യ ശ്രമിക്കുകയാണ്. സെലൻസ്കിയുടെ ഭരണഘടനാപരമായ സാധുതയെ ചോദ്യം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെ കുറയ്ക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വപരമായ കഴിവുകളിൽ സംശയം ജനിപ്പിക്കാനും റഷ്യ ലക്ഷ്യമിടുന്നുണ്ട്. ഈ നീക്കം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. റഷ്യയുമായുള്ള ഏതൊരു സമാധാന ചർച്ചയ്ക്കും മുന്നോടിയായി സെലൻസ്കിയുടെ നിയമസാധുതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കേണ്ടതും അത്യാവശ്യമായി തന്നെ മാറും. റഷ്യയുടെ ആരോപണങ്ങൾ യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്. യുദ്ധം കാരണം തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യം സെലൻസ്കിക്ക് അധികാരത്തിൽ തുടരാൻ ന്യായീകരണമാണെങ്കിലും യുക്രൈനിനുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ചില വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. യുദ്ധത്തിന് മുമ്പുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിന് ജനപ്രീതി കുറഞ്ഞിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സമീപകാല വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് ജനറൽ വല്ലേരി സലൂഷ്നിയെ വോട്ടർമാർ ഒരു പ്രധാന ബദലായി കാണുന്നുണ്ടെന്നും സെലൻസ്കി ഒരു മത്സര തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ്. ഇത് യുക്രൈനിനകത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന് വ്യക്തമാക്കുന്നു. റഷ്യയുടെ ആരോപണങ്ങളെല്ലാം ഈ ആഭ്യന്തര പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാനും സെലൻസ്കിയുടെ നേതൃത്വത്തെ കൂടുതൽ ദുർബലപ്പെടുത്താനും സഹായിക്കും. ഈ സാഹചര്യത്തിൽ യുക്രൈൻ ഭരണകൂടത്തിന് ആഭ്യന്തരമായും അന്തർദേശീയമായും തങ്ങളുടെ നിയമസാധുത ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ്. തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അധികാരത്തിന്റെ തുടർച്ചയ്ക്ക് ഒരു ഭരണഘടനാപരമായ പാതയുണ്ടെന്ന് അവർ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ സംഭവ വികാസങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ നയതന്ത്രപരമായ തലത്തിൽ കൂടുതൽ സങ്കീർണതകൾ വരുത്തും. യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ സെലൻസ്കിയുടെ നിയമസാധുത ഉറപ്പുവരുത്താൻ ശ്രമിക്കുമെങ്കിലും റഷ്യ ഈ വിഷയം നയതന്ത്രപരമായ ഒരു ആയുധമായി ഉപയോഗിക്കുന്നത് തുടരും. ഇത് യുക്രൈനിലുള്ള ആഗോള പിന്തുണയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്നതും ശ്രദ്ധേയമാണ്. ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളെയും ഈ വാദങ്ങൾ സാരമായി ബാധിച്ചേക്കാം. ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ പോലും അതിന്റെ നിയമസാധുതയെക്കുറിച്ച് ഭാവിയിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം എന്ന റഷ്യയുടെ നിലപാട് ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കും. വിശ്വസ്തതയില്ലാത്ത ഒരു പങ്കാളി
പങ്കാളിയുമായി ഉടമ്പടിയിൽ ഏർപ്പെടാൻ റഷ്യ തയ്യാറായേക്കില്ല. റഷ്യൻ ഭരണകൂടത്തിൽ മാറ്റം വരുത്താനുള്ള സെലൻസ്കിയുടെ ആഹ്വാനം റഷ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള നേരിട്ടുള്ള ഇടപെടലായിട്ടാണ് റഷ്യ കാണുന്നത്. ഇത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാനും സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ട് മാറാൻ റഷ്യയെ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട്. യുക്രൈനിലെ നിലവിലെ നേതൃത്വത്തെ മാറ്റുക എന്നതും റഷ്യയുടെ ലക്ഷ്യങ്ങളിലൊന്നായി ഇത് ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും ഒരു രാജ്യത്തിന്റെ ഭരണഘടനാപരമായ തുടർച്ചയെക്കുറിച്ചുമുള്ള സംവാദങ്ങൾക്ക് ഈ വിഷയങ്ങൾ വഴിയൊരുക്കും. യുദ്ധ സാഹചര്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയാത്തപ്പോൾ ഒരു ഭരണാധികാരിക്ക് എത്രത്തോളം അധികാരത്തിൽ തുടരാമെന്നതിന് വ്യക്തമായ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇല്ല എന്നത് ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. അവസാനമായി സെലൻസ്കിയുടെ പദവിയെക്കുറിച്ചുള്ള സംശയങ്ങൾ യുക്രൈനിലുള്ള ആഗോള പിന്തുണയെ ദുർബലപ്പെടുത്തുമോ അതോ കൂടുതൽ ഐക്യദാർഢ്യത്തിലേക്ക് നയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ നിയമപരവും തന്ത്രപരവുമായ പോരാട്ടം യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവിഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതും ഉറപ്പാണ്.